കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട് മുണ്ടക്കയിൽ അരങ്ങേറിയിരിക്കുന്നത്. മരണസംഖ്യ 360 കഴിഞ്ഞു എന്ന ദുഃഖ വാർത്തയും നമ്മളെ എത്തിച്ചേരുകയാണ്. ഈ അവസരത്തിൽ എല്ലായിടത്തും പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് മുല്ലപ്പെരിയാർ ഡാമാണ്. നമുക്കറിയാവുന്നതുപോലെ ഓരോ മഴക്കാലം വരുമ്പോഴും ഓരോ പ്രളയം കടന്നു പോകുമ്പോഴും മലയാളി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം. കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും തമ്മിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പേരിൽ പോരടിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഇപ്പോഴിതാ സുപ്രീം കോടതിയിൽ നിന്നും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ഇത് സംബന്ധിച്ച ഒരു ഇടപെടൽ നടത്തുന്നത്. മുണ്ടക്കൈയിലെ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വാർത്ത അധികം പ്രാധാന്യം ലഭിക്കാതെ പോയി എന്നതാണ് യാഥാർത്ഥ്യം. ഇത് സംബന്ധിച്ച ഒരു വാർത്ത സമകാലിക മലയാളത്തിൻ്റെ വെബ്സൈറ്റിൽ അവർ നൽകിയിട്ടുണ്ട്. ആ വാർത്തയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. കാര്യം സുപ്രീം കോടതി 2014 മുൻപ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചിരുന്നു. അത് ഈ 999 വർഷത്തെ പാട്ടക്കരാറിന് സാധുതയുണ്ടെന്നായിരുന്നു ആ വിധി. ആ വിധിയെപ്പോലും പുനഃപരിശോധിക്കുന്ന നിലയിലുള്ള ഒരു ഇടപെടൽ സുപ്രീം കോടതി ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. അത് സംബന്ധിച്ച വാർത്ത ഇങ്ങനെയാണ്: മുല്ലപ്പെരിയാർ ഡാം പാട്ടക്കരാറിന്റെ സാധുത പരിശോധിക്കും, നിർണായക നീക്കവുമായി സുപ്രീം കോടതി. മുല്ലപ്പെരിയാർ ഡാമിന്റെ പാട്ടക്കരാറിന്റെ സാധുത പരിശോധിക്കാൻ സുപ്രീം കോടതി. 1886 തിരുവിതാംകൂർ സംസ്ഥാനവും ബ്രിട്ടീഷ് സർക്കാരും തമ്മിലുണ്ടാക്കിയ മുല്ലപ്പെരിയാർ കരാറിന് പുതിയ സാഹചര്യത്തിൽ നിലനിൽപ്പുണ്ടോ എന്നും സ്വാതന്ത്ര്യാനന്തരം അണക്കെട്ടിന്റെ ഉടമസ്ഥാവകാശം തമിഴ്നാടിനാണോ കേന്ദ്ര സർക്കാരിനാണോ എന്നും സുപ്രീം കോടതി പരിശോധിക്കും. അതോടൊപ്പം കരാറിന് സാധുതയുണ്ടെന്ന് 2014 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. അന്ന് തീർപ്പാക്കിയ ഹർജി വീണ്ടും പരിശോധിക്കാമോ എന്ന് ജസ്റ്റിസുമാരായ അഭയ് എസ് ഓക്ക, AG മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് ആദ്യം പരിഗണിക്കുക. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കേരളം മെഗാ പാർക്കിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനെതിരെ തമിഴ്നാട് നൽകിയ ഹർജി പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായാണ് സുപ്രീം കോടതി നിർണായക പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത്. കരാർ പരിശോധനയടക്കം ഹർജിയിൽ പരിഗണനാ വിഷയങ്ങൾ നിർണയിച്ച് സുപ്രീം കോടതി ഉത്തരവിറക്കി. കേസിൽ സെപ്റ്റംബർ 30 കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വാദം സുപ്രീം കോടതി കേൾക്കും. മുൻപ് കേസ് പരിഗണിച്ചപ്പോൾ മുല്ലപ്പെരിയാറിലെ പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിന് അനുകൂലമായി സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. മലയാളികൾക്ക് ഏറെ ആശ്വാസകരമായ അല്ലെങ്കിൽ ഏറെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. 1886 തിരുവിതാംകൂർ മഹാരാജാവും ബ്രിട്ടീഷ് സർക്കാരും തമ്മിലുണ്ടാക്കിയ 999 വർഷത്തെ പാട്ടക്കരാറ് പുനഃപരിശോധിക്കാൻ അല്ലെങ്കിൽ അതിന് സാധുതയുണ്ടോ എന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതി തയ്യാറായിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ തന്നെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് 2014 ഇതിന് സാധുതയുണ്ടെന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. ആ തിരിച്ചടിയിൽ നിന്നും ഒരു ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ചിൽ നിന്നും പുറത്തു വരുന്നത്. എന്തായാലും സുപ്രീം കോടതി സെപ്റ്റംബർ 30 ഇനി അടുത്ത് ഈ കേസിൽ ഇരുഭാഗങ്ങളുടെയും തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും വാദം കേൾക്കുക. അന്ന് ഒരു അനുകൂലമായ ഒരു നിലപാട് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും ഒരു നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. 999 വർഷത്തെ പാട്ടക്കരാറിൻ്റെ സാധുത പരിശോധിക്കാൻ സുപ്രീം കോടതി വീണ്ടും തയ്യാറെടുക്കുകയാണ്.